നമസ്കാരം. വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി ഒരു എഗ് മസാലയുടെ റെസിപ്പിയാണ്. റൈസിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എഗ് മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എഗ് മസാല തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കൂടെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും ചതച്ചതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൊരിഞ്ഞ് വരുമ്പോൾ സവാള ചേർക്കാം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നീളത്തിൽ അരിഞ്ഞതാണ്. സവാളയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കളർ മാറി വരുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയും കൂടെ ചേർക്കാം. അങ്ങനെ സവാളയും തേങ്ങയും വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാണ് പാകം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തേങ്ങ നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ഇങ്ങനെ ആയാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയുടെ റോസ് സ്മെൽ മാറുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 പൊടികളും കൂടെ ചേർത്തിട്ട് അതിൻ്റെയൊക്കെ റോസ് സ്മെൽ മാറുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ മുട്ടയും 4 കഷ്ണങ്ങളാക്കിയിട്ടാണുള്ളത്. അപ്പോൾ ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കിയ മസാലയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഒരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ മതിയാവും. അതിങ്ങനെ തളിച്ചു കൊടുക്കാം മസാലയിലേക്ക്. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർത്ത് കഴിഞ്ഞാൽ മസാല എല്ലായിടത്തും എത്തുന്ന പോലെ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എഗ് മസാല ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എഗ് മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി എഗ് മസാല റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പം ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്